ഹായ് 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 ചെയ്യുമാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാമ്പിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ദിവസമാണ്. ഓടാൻ വേണ്ടിയിട്ടൊക്കെ പോകണം. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ തുടങ്ങാമെന്ന് കരുതി. പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുണ്ട്. അന്ന് മീൻ കൊണ്ടുവന്നില്ലേ അമ്മ? മീൻ കൊണ്ടുവന്നില്ലേ വലുത്? നമ്മൾ വെച്ചുണ്ടാക്കിയില്ലേ? എന്ത് നിങ്ങൾ തിന്നാഞ്ഞ്? ഇല്ല, ഞാനും തിന്നില്ല. പൊതുവേ അമ്മ തോട്ടത്തെ മീൻ തിന്നല്ല, തോട്ടത്തെ പോയത്തെ മീൻ തിന്നില്ല. അപ്പൊ തിന്നലില്ല. പിന്നെ ബീഫ് തിന്നോ? തിന്നൂല. അങ്ങനെ അമ്മ തിന്നാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോ കഴിക്കും. അതുപോലെ തന്നെ ഇപ്പൊ അന്ന് മീൻ വെച്ചപ്പോ ഇവിടെ കൊണ്ടുവന്ന് വെക്കല്ല, ഇവിടെ കൊണ്ടുവന്ന് കഴിക്കലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളന്ന് മീൻ വെച്ചപ്പോ അന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു, അമ്മ കൊടുത്തില്ലേ, അമ്മക്കൂടി കൊടുക്കായിരുന്നു. പക്ഷെ അമ്മ തിന്നൂല, അതുകൊണ്ടാണ്. എന്നാ പോയി മീൻ അന്ന് ഇല്ലേ, രാത്രി നിങ്ങൾ വരുവോളം മീൻ ഇല്ല ഇവിടെ? മീൻ കാണുമല്ലോ. ഇത് നമ്മളെന്താ അപ്പ തന്നെ ഉണ്ടാക്കി അപ്പ തന്നെ തിന്ന് തീർത്തേക്കല്ലത്. അപ്പൊ അങ്ങനെ അത് മാത്രല്ല, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു എണ്ണക്കടി വാങ്ങുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ അതും പറ്റൂല. ഞാൻ ആകെ 2 എണ്ണൊക്കെ വാങ്ങിക്കൊണ്ടിരുള്ളൂ. അപ്പോഴും ചിലപ്പോ നിങ്ങൾക്ക് തോന്നും അമ്മല്ല അവിടെ. പക്ഷെ അത് തിന്നൂല. ഇപ്പൊ നാളെ മസാല ദോശ തന്ന് പറ്റൂല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അമ്മ നിങ്ങൾ കേന്ദ്രമായിട്ടുള്ള സംഭവമാണ്. ഇന്നത്തെ ആള് പൂള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ പറ്റും. അടക്കന്നാക്കാണ് തൂഫാനാട്ടമ്മ അടക്കന്നാക്കിക്കണ്ട. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്, ഒരു ദോശയുണ്ട്. തിന്നാത്തോണ്ടല്ല, അങ്ങാക്ക് തരാതെ തിന്നുകയാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അമ്മനെയും കൂട്ടേന്നു. അത് എന്താ പറയാ, പക്ഷെ ഇത് കാണുമ്പോ കൊറേ ആൾക്കാർ കാണൂലേ. അപ്പൊ അങ്ങനെ നമ്മക്ക് പിന്നെ അതൊരു അങ്ങനെ തോന്നാണ്. അതെ, അമ്മ പണിയെടുക്കാൻ പോകുന്ന തന്നെ നല്ല എണ്ണക്കടിയും കിട്ടി, അത് ഇവിടെ എത്തിച്ചു. അതിനെ തിന്നൂല. ഞാനൊന്ന് എഡിറ്റിങ് കഴിഞ്ഞാൽ ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടിയിട്ടൊന്ന് ഇറങ്ങാം. വണ്ടി ജസ്റ്റ് ഒന്നിട്ട് തുടക്കണം. അതുപോലെ തന്നെ മാറ്റൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കണം. നമ്മൾ ക്യാമ്പിങ് കഴിഞ്ഞ് വന്നതാണ്. വല്ല പാമ്പോ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം മാറ്റിൻ്റെ ഗ്രൂപ്പിലൊക്കെ. ഒരു കുട്ടിന്റെ മാതിരിയാണ് പോലെ അമ്മക്ക് ആ മീനെ. അത്രയും വലിയ മീനായിട്ടാണ് അങ്ങനെ തോന്നിയത്. അവയ്ക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിക്ക് ഒരു എന്താ പറയാ മനം മടുത്തു. പോയി എന്താ തൊഴിലുറപ്പാ? ആ ലാപ്ടോപ്പ് അടച്ചു വെച്ചാൽ മതി കേട്ടോ, എടുത്തേക്കണ്ട. എടുത്തേക്കല അമ്മ എടുത്ത് വെച്ചോളും. ഇപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തു. വലിയൊരു കൈകാൻ സമയമല്ല. ഇപ്പം തന്നെ സമയം 9:30, കറക്റ്റ് 9:30. 9:30 നമ്മൾ സാധാരണ ഇറങ്ങുന്ന സമയമായിട്ടുള്ളൂ. ഈ സീറ്റ് രണ്ടുങ്ങൾ ഇങ്ങനെ ചൂടായി നിൽക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇരുന്നാടല്ല, സ്വർഗം കാണും. ക്യാമ്പ് ചെയ്ത് രാവിലെ അല്ലേ നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്ന് ഇറങ്ങുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴേക്ക് നമുക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഉറക്കം കിട്ടും. എനിക്ക് കിട്ടാറുണ്ട് ക്യാമ്പിങ്ങിൽ. ചില ദിവസം കിട്ടാറില്ല, ചില ദിവസം എന്തെങ്കിലുമൊക്കെ വിഷയം വന്നിട്ട് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം കാര്യമൊന്നുമില്ല. സാധാരണ ഒരു ദിവസം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതിനേക്കാൾ കുറച്ചും കൂടി ഊർജ്ജത്തോട് കൂടിയിട്ടാണ്. കാരണം രാവിലെ കേട്ട ശബ്ദങ്ങൾ, രാവിലെ കണ്ട കാഴ്ചകൾ, രാവിലെ തന്നെ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. രാവിലെ തന്നെ എൻ്റെ മെമ്മറി പവറാണ് അല്ലേ, നല്ല എനർജിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അടിപൊളിയാവും. പാലത്തിങ്ങലൊന്നും ചെക്കന്മാരും കാണാമെന്നില്ല, വേറെ ഏതോ ചെക്കന്മാരാണ്. അങ്ങനെയെങ്കിൽ നാടും വിട്ട് ഞാൻ അങ്ങനെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എടാ മുന്നിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ വണ്ടിയിലൊന്നും ആളല്ലേ? റിയാസ്, റിയാസ് ഇവിടെ ഗ്യാപ്പ് ഉണ്ടേ. ഇവന്റെ മുന്നിൽ ഇവന് ഇവിടെ എല്ലോ ആണ്. അപ്പൊ അവിടെ മറിച്ചിടും. ഇന്നൊരു 8, 9 വണ്ടിയൊക്കെ ആയിട്ട് നിർത്തിക്കണ്ട. ലൈനിലുണ്ട് 9:35. കൈനീട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈനീട്ടം ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു, വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ടൗണിക്ക് ഇനി സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടിയുണ്ട്.
ചില്ലറ വേണം. ഒരു 50 രൂപക്കെങ്കിലും 10ന്റെ നോട്ട് കയ്യിൽ വേണം. എന്റെ കയ്യിൽ ആകെ ഒരൊറ്റ 10ന്റെ നോട്ടുള്ളൂ. ഞാനിപ്പോ നോക്കുമ്പോഴാണ് ശ്രദ്ധിക്കണത്, ആകെ ഒരൊറ്റ 10ന്റെ നോട്ടുള്ളൂ. ഈ ഓട്ടോ ഓടിയിട്ടില്ലെങ്കിൽ, ഓട്ടോ ഓടാതെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചില്ലറ വേഗം പയ്യേ. അതായത് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചില്ലറ ഉപയോഗിക്കും. ഓട്ടോ ഓടിയാൽ തന്നെ പിന്നെയും കിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാലും ഒരു 50 രൂപയുടെ കിട്ടണം. സാധിക്കാക്ക ചില്ലറ തരോ ഇല്ലേ? ഏയ് ഇത് 5 മതി. മണിയേട്ടൻ്റെ മണിയേട്ടനോട് വെച്ച് നോക്കാം. ആരെ കജില്ല കേട്ടോ. നമ്മളെ സൗദിയിൽ നിന്ന് വന്നൊരു കളിക്കാരനുണ്ട്, യാസിർക്ക. എപ്പ എത്തി? എങ്ങനെ എത്തി? വില്ലേജ് എത്തി. ഫ്ലൈറ്റിന് വന്നു. ഹൈദരാബാദ് ഇറങ്ങിയിട്ട് പിന്നെ നേരെ കോഴിക്കോട് അല്ലേ? ഏതാണ്ട് സുഖല്ലേ? സുഖാണ്. ഞാൻ ഇപ്പൊ വരും. ഞാൻ ചില്ലർ ഉണ്ടാക്കട്ടെ. ഇല്ലല്ലോ. താങ്ക് യു. സമയം 10:40 ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ നിന്നൊരു ഫോൺ ട്രിപ്പാണ്. എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒരു വണ്ടിയും കൂടി കഴിഞ്ഞാൽ മതിയാവും. സെക്കൻഡ് ഗ്യാപ്പിലാവും. അവിടെ നിന്നാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് ഫോൺ ട്രിപ്പ് വരുമ്പോ നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടൂല. ഇതൊക്കെ നമ്മളിങ്ങനെ വളർത്തിയെടുക്കുന്നതാണ്. എന്റെ നാടാണ്. എന്റെ നാട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് നല്ല വ്യൂ അല്ലേ. നല്ല അടിപൊളിയാണടാ. മഴയില്ല കേട്ടോ ഇവിടെ. മഴയില്ല. തോട്ടിലൊക്കെ വെള്ളം പറ്റി പൂർണ്ണമായിട്ട് മഴയില്ലാത്തൊരു സാഹചര്യം. ഇന്നലെ ചെറുതായിട്ടൊന്ന് ചാറി നല്ലാതെ പെയ്തില്ലേ. സമയം 11:30. അയ്യോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഈ കാണുന്നത്. 11:30 സമയമായിട്ടുണ്ട്. നമ്മള് ഈ ഒരു നേരം വരെ 4 ലോക്കലാണ് എടുത്തത്. ഒരു 40, 3:30. അതാണ് നമ്മൾക്ക് ഈ നേരം വരെ കിട്ടിയിട്ടുള്ളത്. ഒരു കോട്ടി പേരിൽ മാത്രമേ ഉള്ളൂ. വലുതെന്തേലും ഒന്ന് പിടിക്കണം, ഇല്ലെങ്കിൽ പണിയാണ് നമുക്ക് കിട്ടാം. വലുതൊന്നും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചിനുക്കണുണ്ട്. അത് കൊത്തി കിട്ടിക്കണമെങ്കിൽ ലോക്കൽ നമ്പർ 7, അതായത് 7ാമത്തെ ട്രിപ്പ്. 7 ലോക്കൽ തന്നെ. 40 രൂപയുടെ മേലേക്ക് നമ്മൾക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല ഈ നേരം വരെ എന്ന് പറയാം. 12:50 സമയം. നാട്ടിലാണുള്ളത്. ശരിക്കും ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെങ്കിൽ ഞാൻ വീണ്ടും ടൗണിലേക്ക് തന്നെ ലോക്കൽ വണ്ടി എടുത്തിട്ട് വരാം, എന്നിട്ട് കഴിക്കാം. വിശപ്പ് പോകുന്നതാണ് എല്ലാം. 1:50 സമയം കേട്ടോ. നാട്ടിൽ കിട്ടിയ ട്രിപ്പോട് കൂടിയിട്ട് നാട്ടിൽ നിന്നാൽ മതി, വീട്ടിൽ നിന്നാൽ മതിയാണ്. ഇപ്പൊ ചോറിനാനും കൂടി നേരം വൈകുന്നുള്ളതാണ്. ഒരു ലോക്കൽ പോലും കിട്ടുന്നില്ല. അപ്പൊ വന്നിരുന്നതാണ് ഇവിടെ. വേണ്ടായിരുന്നു, ചെയ്തത് മണ്ടത്തരമായി. അങ്ങനെ ഒടുവിൽ നമ്മൾക്കൊരു 2-2.5 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടി. 50 രൂപയുടെ ട്രിപ്പ് ഇട്ടാ. അപ്പൊ അവര് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ 50 രൂപ ആക്കി കൊടുത്തപ്പോഴേ അവര് തമ്മിൽ ചിലവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് തോന്നുന്നു അവിടെ 60 മേടിക്കുന്നുണ്ട് ആളുകള്. 60, 50. അതായത് അതൊരു ഇടങ്ങേറ് പിടിച്ച പോയിന്റാണ്. ഇത്തരം പോയിന്റുകൾ ഉണ്ടായാൽ തന്നെ സത്യം പറഞ്ഞാൽ എങ്ങനെ വാങ്ങിക്കേണ്ടെന്ന് അറിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ദൂരം നോക്കിയിട്ടുമില്ല കേട്ടോ. ഞാൻ 50 തന്നെ മേടിക്കാറുള്ളത്. ഇവിടെ സെൻട്രയ്ക്ക് വരെ 50 ഏതായാലും ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം ബാക്കി. ഭക്ഷണം കഴിച്ച് കുറച്ചു നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ പോകണുള്ളൂ. ഏതായാലും ഹോട്ടലിൽ അവിടെ പോയി ഇങ്ങനെ അങ്ങാടിയിൽ വെറുതെ ചൊറിയും കുത്തിരിക്കുകയാണ്. കുറച്ചു നേരം വീട്ടിലേക്ക്. ഞാൻ ഉച്ചയ്ക്കൊന്നും റെസ്റ്റിന് എടുക്കല്ല, ഭക്ഷണം കഴിക്കുന്നു പോക്ക് അങ്ങനെ തന്നെയായിരുന്നു. എന്തൊക്കെയാലും ഇന്ന് നമുക്ക് കുറച്ചു നേരം വീട്ടിലിരുന്നിട്ട് ആ ഫാനിന്റെ കാറ്റത്തൊന്ന് കടന്ന് അങ്ങോട്ടൊക്കെ പോയാൽ മതി. മുളക് പിന്നെ ഞാൻ കുഴിച്ചിട്ടുണ്ടായിക്കണോ? ചോദിച്ചിട്ട് മുളക് എവിടെ? പച്ചമുളക് അമ്മ തോട്ടത്തിൽ നിന്ന് നിറച്ചോണ്ടിരുന്നു. തോട്ടം എന്നൊക്കെ തന്നെ അതിനെ പറയലേ. 2 മുളകുള്ളെങ്കിലും തോട്ടം എന്നൊക്കെ പറയാ. ഷോർന്നല്ലേ. മത്തൻ്റെ ഇലയുണ്ട്, ചിക്കനുണ്ട്, ചിക്കൻ വരട്ടിയത്, പപ്പടമുണ്ട്. അതും കൂട്ടി കഴിച്ചിട്ട് ഇപ്പോൾ സമയം 2:10, 2:15. ഒരു 3-3:30 ഞാൻ പോകുള്ളൂ. കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കണം പറഞ്ഞിട്ട് എന്തേ നടന്നീര. ഇപ്പൊ സമയം 2:45. 2:30 ഒരു ട്രിപ്പ് നാട്ടിൽ നിന്ന് അയൽവക്കത്ത് തന്നെ പോകുന്നതാണ്. ഇതാണ് ഫുള്ള് റബ്ബറാ. പിന്നെ റെസ്റ്റ് നിർത്തിയിട്ടാ നേരെ അങ്ങാടിയിലേക്കാണ്. ഇവിടേക്ക് ഒരു 70 രൂപയുടെ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. 70 രൂപ എന്ന് പറയുമ്പോൾ 3.5 കിലോമീറ്ററിനൊക്കെ നമ്മൾ 70 മേടിക്കാറ്. 3.5 കിലോമീറ്റർ വരെ. അതിന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ 80 രൂപയാവും. ശരിക്ക് 3.3 കിലോമീറ്റർ 300 മീറ്ററിനുമാണ് 70 രൂപ വരുന്നത് കേട്ടാ. അത് വളരെ ഒഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെ കുറെ കോഴി ഫാം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം അധികം റബ്ബറും പിന്നെ ഇതൊരു ശ്മശാനമാണ് ഈ കാണുന്നത്. ഒരു ശ്മശാനമാണ്. അപ്പൊ അതുപോലത്തെ
ഒരു ഏരിയ ആണത്. എന്നാൽ വീടുകളുണ്ട്, വീടുകളില്ല എന്നല്ല. ഇവിടേക്ക് എത്തുന്ന ഈ ഒരു ഏരിയയിലൊന്നും വീടുകളില്ല. ഇവിടെ നിന്ന് ഇനി താഴത്തേക്ക് ഒരു മണ്ണട്ട വഴിയുണ്ട്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള വണ്ടൂരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ശ്രീ വനദുർഗ ദേവി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഷാരി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഷാരിയിലാണത്. ഷാരിയിൽ വനദുർഗ ക്ഷേത്രം. അതുകൊണ്ട് അതിലെ പോകണം, ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ വരാറുണ്ട് ഈ ക്ഷേത്രത്തേക്ക്. ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല, വരണം. അപ്പൊ ഇനി ഇവിടുന്ന് റിട്ടേൺ നേരെ വണ്ടൂർ ടൗണിലേക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓടാൻ വേണ്ടിട്ട് തന്നെ പോവാം. പിന്നെ എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എണ്ണ വളരെയധികം വറ്റി കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോ ഒരു 250 കയറ്റിക്കണം, 250. ലോക്കലായി ഇങ്ങനെ വരാട്ടാ. രണ്ടാം ലോക്കൽ ഉച്ചയ്ക്ക് ശേഷം 3:10 സമയം. ഞാൻ ലൈനിൽ പോയിരുന്നതാണ്, അവിടെ നിന്നെത്തിയതാ, ലൈനിൽ നിന്നെത്തിയ. ഇവിടെ അതാക്കും ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ റംബുട്ടാൻ. ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ അപ്പൊ, നല്ല ഒരു അടിപ്പടാണ് അറിയാം, ജോജുവിന്റെ. ഒന്ന് പോയി കാണണല്ലോ. അപ്പൊ ഏതായത് ഇന്ന് പറ്റുകയാണെങ്കിൽ, ഇന്ന് പറ്റാഞ്ഞ സമയമല്ലല്ലേ, ശരിക്കും ഇന്ന് പറ്റിയ ദിവസം. ഇപ്പൊ നാളെ ശനിയാഴ്ചയാണ്, അത്രയും കഴിഞ്ഞ് ഞായറാഴ്ച ആകാം. അടിപ്പടാണ് പറഞ്ഞു. എന്താ പറയാ, കിൻഡിലിടിയാണെന്ന് പറയണല്ലേ. തള്ളാസ് വണ്ടി. അയ്യോ തള്ളാസ് വണ്ടി, തള്ളിപ്പൊളി വണ്ടി. ചങ്ങന്മാരെ സമയം 4:30 ആയിട്ടുണ്ട് കേട്ടാ. 4:30 എനിക്കൊരു 70 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ്. കൊള്ളാം. പഴയപണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് ട്രിപ്പ്. ഞാൻ നേരത്തെ 70 രൂപയുടെ ട്രിപ്പ് പറഞ്ഞ പോലെ തന്നെ അത്രയും ദൂരത്തേക്കാണ് ഇതും വന്നത്. ഇനി റിട്ടേൺ പോവാണ്. ഇന്നൊക്കെ ലൈനിന്റെ ഒരു അവസ്ഥ ഉണ്ട് കേട്ടാ, വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഓട്ടം. ഇവിടുത്തെ പാടം കാണാൻ വേണ്ടി നല്ല രസമാണ്. ഞങ്ങള് റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോഴേക്ക് നല്ല ഭംഗിയാണ് കാണാം. അടിപൊളിയല്ലേ. ഇപ്പൊ നമ്മളെ സ്റ്റാൻഡിൽ വണ്ടിയാണല്ലേ കിടക്കുന്നത്. കുറച്ച് നേരത്തെ ഇവിടെ കിടക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴുണ്ട് ഈ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. വൈകുന്നേരം അല്ലേ, ടൗണിൽ ചെറുതായിട്ട് തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടാ. ആളുകളൊക്കെ ഉണ്ട് ഉഷാറായിട്ട്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 5 മണിക്ക് 5 മിനിറ്റ് ആ ഒരു ലെവലിലാണ് വെക്കുന്നത്. അവിടെ നിന്ന് ആരെങ്കിലൊക്കെ നന്നായിട്ട് വിളിച്ചിക്കണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കൃഷ്ണമണിക്ക് ഭയങ്കര പണിയാണ്. എപ്പോഴും ഇങ്ങനെ പല ഭാഗത്തേക്ക് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഒരു സ്പെഷ്യൽ നോട്ടം നോക്കേണ്ടതുണ്ട്. ബേക്കറിയിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ സ്പെഷ്യൽ നോട്ടം നോക്കണം. ഞാൻ അങ്ങനെ ഒരു ടീമിനെ ഞാൻ നോട്ടിട്ട് വെച്ചിരുന്നു ആ കൂൾ ബാറിൻ്റെ അവിടെ, ബേക്കറിൻ്റെ അടുത്തേക്ക്. അപ്പൊ അവര് വിളിച്ചു. നമുക്കറിയാൻ വേണ്ടി പറ്റും ചിലത് ട്രിപ്പാരാണ് അല്ലെങ്കിൽ വണ്ടിക്ക് ആവശ്യമുള്ള ആളുകളാണെന്നുള്ളത്. അപ്പൊ വന്നിട്ടുള്ളത് ഒരു 5 കിലോമീറ്ററിന്റെ അടുത്തേക്കാണ്. 5 കിലോമീറ്റർ തികയില്ല, 100 രൂപയുടെ ട്രിപ്പ്. 4,600 വരുള്ളൂ. അപ്പൊ 100 രൂപയുടെ ട്രിപ്പാണ്. ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ട്രിപ്പാട്ടത്. ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ട്രിപ്പ് കോഴിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. കോഴിപ്പറമ്പ് കൊള്ളാം. ഇതാണിപ്പോ ഒരു കാര്യപ്പെട്ട ട്രിപ്പ്. എല്ലാവരുടെ അവസ്ഥയും വളരെ മോശമാണ് കേട്ടോ. ലൈനില് എല്ലാവരുടെ അവസ്ഥ വളരെ മോശമാണ്. ആർക്കും ഓട്ടം കിട്ടിയിട്ടില്ല വല്ലാതെ. ചെങ്ങന്മാരെ സമയം 7 മണിക്ക് 7 മിനിറ്റ്. അപ്പൊ ഒരു 70 രൂപയുടെ ട്രിപ്പും പോകുന്നതാണ്. ആകെ ഒരു 7 കൊണ്ടില്ല കളി. ഒരു 70 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ്. 70ന്റെ ട്രിപ്പ് നമുക്ക് 2-3 കിട്ടിയിട്ടാ. ചെങ്ങന്മാരപ്പോൾ പാലത്തിങ്ങലാണ്. ഇന്ന് നമ്മൾ ഓടിയിട്ടുള്ളത് 840 റുപ്യക്കാട്ടാ. പാലത്തിന് കുറച്ച് നേരം വന്നിരിക്കുകയായിരുന്നു. സമയം 7:40, 8 മണിയായിട്ടുണ്ട്. ഇവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. പിന്നെ കണ്ണനും രമേശൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച എന്തൊക്കെയോ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് അവരിപ്പോൾ വരും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകും. ഒരു 9 9:30 ആകുമ്പോഴേക്ക് വീട്ടിൽ എത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു എന്നുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല വീഡിയോ വേണ്ടിയാണ്. പിന്നെ ഓക്കെ ബൈ.